വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ലൊരു ഹൈദരാബാദി സ്വീറ്റാണ്. ഇതിൻ്റെ പേര് മോസ്ക മീറ്റ എന്നാണ്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ചെറുപഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ചെറുപഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലൊരു പാനിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പാന് ചൂടാക്കാത്ത പാനാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അതിന് മുമ്പാണ് ഞാൻ പാനിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് തണുപ്പുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ചിലപ്പോൾ ചൂടുള്ള പാനിലേക്ക് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചൂടാക്കണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് പാലെന്ന് പറയുമ്പം 250 ml ആവും. അപ്പോൾ 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പാലെടുത്തിട്ട് ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത് കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ അതൊരു തിക്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ, നല്ലൊരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് സാഫ്രൺ എടുത്തിട്ടുണ്ട്, അതായത് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ ഇതുപോലെ ചൂടായ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൊണ്ട് ചേർത്തുള്ള ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ലാസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുപഴമാണ്. ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം, വല്ലാണ്ട് പഴുത്തത് വേണ്ട. അപ്പോൾ ഒരു 4-5 ചെറുപഴമാണ് ഇത്രയും പാലിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ചെറുപഴമൊക്കെ തൊലിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇനി പിന്നെ അതുപോലെ ഇപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സ്ചർ ചൂടായിട്ടേ ഉള്ളൂ, തിളച്ചിട്ടില്ല. തിളയ്ക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ചെറുപഴം ഇതേപോലെ ചെറുതായിട്ട് ചെറിയൊരു തിക്നെസ്സിൽ അരിയുക കേട്ടോ. വല്ലാണ്ട് കനം കുറച്ച് അരിയണ്ട, പെട്ടെന്ന് അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് വല്ലാണ്ട് കട്ടി കുറച്ചിട്ട് അരിയണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിപ്പോഴും ഒന്ന് ചൂടായിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. വല്ലാണ്ട് തിന്നായിട്ടില്ല നമ്മുടെ ഈ ഒരു മിക്സ്ചർ, കുറച്ചൊരു കട്ടിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചെറുപഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്വീറ്റ് ഏകദേശം നമ്മുടെ നാട്ടിലെ പാൽവാഴക്ക സ്വീറ്റ് പോലെ തന്നെയാണ്. അതിൽ നമ്മൾ തേങ്ങാപ്പാലും വലിയ പഴമാണ് എടുക്കാറ്, അതായത് നേന്ത്രപ്പഴം ഏത്തക്കയൊക്കെയാണ് എടുക്കാറ്. നമ്മളിപ്പോൾ ഇത് ചെറുപഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. ചെറുപഴത്തിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റിൽ വരുന്നത്, നല്ലൊരു വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് പിസ്ത സ്ലൈസസോ അല്ലെങ്കിൽ പിസ്ത അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വല്ലാണ്ട് കട്ടിയാക്കി എടുക്കണ്ട, കാരണം നമ്മളിത് തണുപ്പിച്ചെടുക്കുമ്പം കൂടുതൽ കട്ടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പരുവം കാണിച്ചു തരാം.
നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഇതിൽ കുറച്ചൊക്കെ ഒന്ന് അതിൽ ഉടഞ്ഞിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ വേണം. എന്നാലേ നമുക്ക് ഈ ഒരു സ്വീറ്റിന് ഈ ഒരു ചെറുപഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുപഴം ചേർക്കാം കേട്ടോ, കൂടുതൽ പഴം നമുക്കിങ്ങനെ കഴിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സാഫ്രൺ നമ്മൾ കുറച്ച് പാലിൽ, ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ നല്ലൊരു യെല്ലോയിഷ് കളർ വന്നത്. പിന്നെ നിങ്ങളടുത്ത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ പാല് കണ്ടൻസ് മിൽക്ക് കൂടി നമ്മൾ ചൂടാക്കി എടുക്കുമല്ലോ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മാത്രം. അപ്പോൾ നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മിക്സ്ചർ വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഇത് ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടാണ് ഇത് തണുപ്പിച്ചെടുക്കാൻ പോകുന്നത്. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി സ്വീറ്റ് ആയിട്ടുള്ള മോസ്ക മീറ്റ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡെക്കറേഷനായിട്ട് കുറച്ചുകൂടെ പിസ്ത സ്ലൈസസ് ഒന്ന് കട്ട് ചെയ്തിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ, നമ്മുടെ വീട്ടിൽ ചെറുപാടൊക്കെ എന്തായാലും ഇരിപ്പുണ്ടാവും, നാട്ടിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. പിന്നെ ഞാനിത് തണുപ്പിച്ചിട്ട് ഉള്ള വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ, ചൂട് ആറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇപ്പോഴേ ഒരു തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ മോസ്ക മീത്ത സ്വീറ്റ്. അപ്പോൾ ഇതിനേക്കാളും നല്ല കട്ടിയിലായിരിക്കും നമ്മൾ തണുപ്പിച്ചെടുക്കുമ്പം ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു. അതുപോലെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്നും ഒരുപാട് പേർക്ക് ഹായ് പറയാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് തിരക്ക് കാരണം ഇന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വേറൊരു റെസിപ്പിയിൽ പറയാം കേട്ടോ. സോറി. താങ്ക്